ഈ സമയം അയാൾ പ്ലാൻ ചെയ്തതുപോലെയൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കുകയായിരുന്നു. ആദ്യം മാസ്റ്റർ യുവാൻ കുറച്ച് സൈനികരെയും കൂട്ടി നിർദ്ദേശിച്ചതുപോലെ വുഫങ് മൗണ്ടനിലേക്ക് പുറപ്പെടുന്നു. അത് കഴിഞ്ഞപ്പോൾ 300ഓളം സൈനികരെയും കൂട്ടി അങ്ങോട്ടേക്ക് പോവാൻ തയ്യാറെടുക്കുന്നു. ഷെൻഷു ഈ സമയം ശരിക്കും സ്പിരിറ്റ് ഫയർ ഉള്ള ആ തായ്വൻ മൗണ്ടനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് എന്തായാലും സിമ ജിയാവോയെ പിടികൂടാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് മാസ്റ്റർ യുവാൻ തൻ്റെ കൂടെ വന്ന ആൾക്കാരെ വുഫങ് മൗണ്ടന് മുന്നിൽ നിർത്തിയിട്ട് ചുറ്റും ഒന്ന് പോയി നിരീക്ഷിച്ച് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് ഷിയുടെയും റൂലിങ്ങിൻ്റെയും നേതൃത്വത്തിലുള്ള സൈനികരെല്ലാം കൂടി അവിടെ എത്തുന്നുണ്ട്. സിമ ജിയാവോയെ കൊല്ലുന്നതിന് തനിക്ക് യാതൊരു എതിർപ്പുമില്ല, പക്ഷേ തിങ്യാനെയും നിഞ്ചുവിനെയും ഉപദ്രവിക്കരുതെന്ന് റൂലിംഗ് ഇതിനിടയിൽ ഷിയോട് പറയുന്നുണ്ട്. ഈ സംഭവം നടക്കാൻ പോകുന്ന സ്ഥലത്ത് കുറച്ചപ്പുറത്തായി യുവാൻ ഷെങ് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അക്കാര്യം ഇതുവരെ മറ്റാരും അറിഞ്ഞിട്ടില്ല. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ വുഫങ് മൗണ്ടനിലേക്കായിരുന്നില്ല സിമ ജിയാവോ പോയത്. അവൻ നേരത്തെ തന്നെ അവൻ്റെ പപ്പറ്റ്സുകളെ ഈ ഷിയുടെ സൈനികർക്കിടയിൽ പ്ലാൻ ചെയ്തിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ സഹായത്തോടെ വുഫങ് മൗണ്ടനിൽ സ്പിരിറ്റ് ഫയർ ഇല്ല എന്ന് അവൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നതാണ്. ഷെൻഷു ഇപ്പോൾ കുറച്ച് സൈനികരുമായി തായ്വൈ മൗണ്ടനിലേക്ക് വന്നത് കാരണം അവിടെ തന്നെ ആയിരിക്കും സ്പിരിറ്റ് ഫയർ എന്ന് ഊഹിച്ച് അവൻ അങ്ങോട്ടേക്കാണ് വന്നത്. ഷെൻഷുവിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തുന്നതിനുള്ളൊരു ട്രാക്കിംഗ് സ്പെൽ യുവാൻ്റെ സഹായത്തോടെ അവൻ നേരത്തെ തന്നെ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് ഇത്ര എളുപ്പത്തിൽ അയാളെ കണ്ടെത്താൻ സാധിച്ചത്. വുഫങ് മൗണ്ടന് മുന്നിൽ കുറേ സമയം കാത്തു നിന്നിട്ടും സിമ ജിയാവോ അങ്ങോട്ടേക്ക് എത്താത്തത് കാരണം അവൻ തങ്ങളുടെ പ്ലാൻ മനസ്സിലാക്കി കാണും എന്ന് ഷിക്കും മനസ്സിലാവുന്നു. അതോടെ ഷെൻഷു അപകടത്തിലാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. എത്രയും പെട്ടെന്ന് തായ്വൈ മൗണ്ടനിൽ നിന്ന് തിരികെ പോവാൻ അയാൾ ഷെൻഷുവിന് സീക്രട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒളിച്ചിരിപ്പുണ്ടായിരുന്ന യുവാൻ ഷെങ് ഈ മെസ്സേജ് തടയാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവനെ കണ്ട് അറ്റാക്ക് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. ഷിയുടെ ആക്രമണത്തിൽ യുവാൻ ഷെങ്ങിന് നന്നായി പരിക്കേൽക്കുന്നു. അവൻ അവിടെ നിന്ന് ഇടയ്ക്ക് രക്ഷപ്പെട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ അവനെ തടയുന്നു. അങ്ങനെ അയാൾ അവനെ കൊല്ലാൻ തുടങ്ങുന്ന സമയത്താണ് മാസ്റ്റർ യുവാൻ അവിടെ എത്തി അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ മാസ്റ്റർ യുവാനും ഷിയും തമ്മിൽ ഫൈറ്റ് ആവുന്നു. പക്ഷേ യുവാൻ ഷെങ്ങിൻ്റെ കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് തന്നെ അധിക സമയം അവരുമായി ഫൈറ്റ് ചെയ്ത് നിൽക്കാതെ മാസ്റ്റർ യുവാൻ മകനെയും പൊക്കിയെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനൊരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതിന് സമ്മതിക്കാതെ അവർ രണ്ടുപേരെയും തടയുന്നു. അങ്ങനെ മാസ്റ്റർ യുവാന് വീണ്ടും ഷിയുമായി ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോഴേക്കും യുവാൻ ഷെങ്ങിൻ്റെ കണ്ടീഷൻ ഒന്നുകൂടി മോശമായി കഴിഞ്ഞിരുന്നു. തങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് മനസ്സിലായതോടെ യുവാൻ ഷെങ് അച്ഛനെയെങ്കിലും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഷിക്ക് നേരെ വളരെ ശക്തമായൊരു ആക്രമണം നടത്തുന്നു. അവൻ്റെ ശരീരം നശിപ്പിച്ചുകൊണ്ടായിരുന്നു അവൻ ആ ആക്രമണം നടത്തിയത്. അതിൽ ഷിക്കും റൂലിങ്ങിനും ബാക്കിയും അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്കുമെല്ലാം കാര്യമായി പരിക്കേൽക്കുന്നു. പക്ഷെ അതോടെ യുവാൻ ഷെങ്ങിൻ്റെ ശരീരം പൊട്ടിത്തെറിച്ച് ഇല്ലാതെ ആവുന്നുണ്ട്. മകൻ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തത് തന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ്റെ വേർപാടിൽ വിഷമമുണ്ടെങ്കിൽ പോലും മാസ്റ്റർ യുവാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. ഷിക്ക് അദ്ദേഹത്തെ തടയാൻ കഴിയുന്നില്ല. മാത്രമല്ല അയാൾക്ക് പിന്നാലെ പോവാതെ തൻ്റെ മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി തായ്വൈ മൗണ്ടനിലേക്ക് പോകാനാണ് തയ്യാറായത്. അയാൾ നേരത്തെ അയച്ച ആ മെസ്സേജ് ഈ സമയം ഷെൻഷുവിൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ ഷിക്ക് പരിക്കേറ്റതുകൊണ്ട് തന്നെ എന്താണ് അയാൾ പറയുന്നതെന്ന് വ്യക്തമായി ഷെൻഷുവിന് കേൾക്കാൻ സാധിക്കുന്നില്ല. അവിടെയും ഇവിടെയുമുള്ള കുറച്ച് വാക്കുകൾ മാത്രമാണ് അവന് കേൾക്കാനായത്. ഇങ്ങനെ കേൾക്കണമെങ്കിൽ അച്ഛന് കാര്യമായി എന്തോ സംഭവിച്ചിരിക്കണമല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വുഫങ് മൗണ്ടനിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവൻ ബാക്കിയുള്ളവരെയും കൂട്ടി പുറപ്പെടാൻ തുടങ്ങിയപ്പോഴേക്കും സിമ ജിയാവോ അങ്ങോട്ടേക്ക് ചെന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നു. നിഞ്ചുവും സിമ ജിയാവോയും ഒരുമിച്ചാണ് ഇവരെ അറ്റാക്ക് ചെയ്യുന്നത്. തിങ്ങാൻ കുറച്ചപ്പുറത്തായി മറിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് അവളും തന്നെ കൊണ്ട് പറ്റാവുന്നത് പോലെ സിമ ജിയാവോയെ സപ്പോർട്ട് ചെയ്ത് ഷെൻഷുവിൻ്റെ 1-2 സൈനികരെയൊക്കെ അടിച്ച് താഴെയിടുന്നുണ്ട്. അധികം വൈകാതെ സിമ ജിയാവോ അവരെല്ലാം തോൽപ്പിക്കുന്നു. ഷെൻഷുവിന് വളരെ കാര്യമായി പരിക്കേറ്റിരുന്നു. മരണം മുന്നിലെത്തിയെങ്കിലും സിമ ജിയാവോയുടെ ആൻഷിയോയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമമാണ് അവൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ സിമ ജിയാവോ അല്ല, അവൻ്റെ അച്ഛൻ തന്നെയാണ് ആൻഷിയെ കൊന്നത് എന്ന് നിഞ്ചു പറയുന്നു. പക്ഷേ ഷെൻഷു അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ സിമ ജിയാവോയുടെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവിടെ നിന്ന് വീണ്ടും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തിങ്ങാൻ അവരെ കൈപിടിച്ച് നോക്കുന്നുണ്ട്. അവളിങ്ങനെ തൻ്റെ മുന്നിൽ വെച്ച് അവനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഷെൻഷുവിന് ഇഷ്ടപ്പെടുന്നില്ല. അവർ രണ്ടുപേരും കൂടി ഒരുമിക്കാമെന്ന് വിചാരിക്കുന്നത് വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ അവരെ ശപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. സിമ ജിയാവോയ്ക്ക് ഇത് കേട്ടപ്പോൾ നല്ല ദേഷ്യം വരുന്നു. എന്തായാലും തിങ്ങാൻ ആദ്യമായി തൻ്റെ ഒപ്പം ഒരു ഫൈറ്റിന് ചേർന്നതല്ലേ, ബാക്കി കൂടി അവൾ തന്നെ ചെയ്തോളാൻ പറഞ്ഞ് അവളോട് ഷെൻഷുവിനെ കൊല്ലാൻ അവൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ആരെയും കൊല്ലാൻ തിങ്ങാൻ ഇപ്പോഴും വില്ലിങ് അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട, ഞാനതിന് തയ്യാറല്ലെന്ന് പറഞ്ഞ് അവൾ പിന്മാറാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ അവൾ എത്ര എതിർത്തിട്ടും സിമ ജിയാവോ ബലമായി അവളുടെ കയ്യിൽ പിടിച്ച് അവളെ കൊണ്ട് തന്നെ ഷെൻഷുവിനെ കൊല്ലിക്കുന്നു. ഷെൻഷു മരിക്കുന്ന സമയത്ത് അവൻ്റെ കുറച്ച് ബ്ലഡ് അവളുടെ കയ്യിലേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. തിങ്ങാന് ഇതൊരു ട്രോമ പോലെ ആവുന്നു. തൻ്റെ കൈകൊണ്ട് ഒരാളെ കൊന്നു എന്നുള്ളത് അവൾക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല.
അവൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാവുന്നുണ്ട്. സിമാജിയാവോ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോൾ അവൾ പേടിച്ചതുപോലെ പുറകിലേക്ക് മാറുന്നു. തിരികെ വീട്ടിലെത്തി ഒരുപാട് തവണ ചൂട് വെള്ളത്തിൽ കൈ കഴുകിയിട്ടും അവൾക്ക് മതിയാവുന്നില്ല. അപ്പോഴും സിമാജിയാവോ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോൾ അവൾ അകന്നു പോകുന്നുണ്ട്. നീ എന്നോട് ഇത്രയൊക്കെ ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ? അവൻ നിന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചതുകൊണ്ടാണ് നീ തന്നെ അവനെ കൊല്ലണമെന്ന് ഞാൻ വാശി പിടിച്ചത്. അതൊരു തെറ്റാണോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. നിന്റെ ഈ ലോകത്ത് കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും ഒന്നും വലിയ കാര്യമായിരിക്കില്ല. പക്ഷേ എനിക്കിത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ മുന്നിൽ മറ്റു വഴിയൊന്നും ഇല്ലാതാവുന്നത് വരെ ആരെയും കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും നിന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. കുറച്ച് സമയം തനിച്ചിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് പുറത്തു പോകാൻ അവൾ സിമാജിയാവോയോട് പറയുന്നു. അവനെ കാണണ്ട എന്നാണല്ലോ അവൾ പറഞ്ഞത്. ഇനി എപ്പോഴാണ് അവൾക്ക് തന്നെ കാണാൻ തോന്നുന്നതെന്ന് അവൻ ചോദിച്ചിട്ട് അവൾ മറുപടി പറയുന്നില്ല. ഇത്രയ്ക്ക് വലിയ തെറ്റാണ് താൻ ചെയ്തതെന്ന് സിമാജിയാവോയ്ക്ക് ഇതുവരെ തോന്നുന്നില്ല. എന്നാലും അവളുടെ രീതി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ അവൻ പുറത്തേക്ക് പോകുന്നു. സ്പിരിറ്റ് ഫെയർ ഉള്ളത് തായ്വേയ് മൗണ്ടനിലാണ് എന്ന് ഇപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. അവൻ്റെ പപ്പറ്റ്സുകൾ അവിടെ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും നേരിട്ട് പോയി അന്വേഷിക്കാൻ വേണ്ടി അവൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. നിഞ്ചുവിനോട് തിങ്ങാനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് തനിച്ചാണ് അവൻ പോയത്. ഷെൻഷുവിൻ്റെ സ്പിരിറ്റ് ലാമ്പ് അണഞ്ഞതുകൊണ്ട് തന്നെ അവൻ മരിച്ചുവെന്ന് ഷീ അറിയുന്നുണ്ട്. മകൻ്റെ മരണത്തിൽ അയാൾക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. ഇതിന് സിമാജിയാവോയുടെ പ്രതികാരം ചോദിക്കുമെന്ന് അയാൾ പ്രതിജ്ഞ എടുക്കുന്നു. സ്പിരിറ്റ് ഫെയർ സിമാജിയാവോ കണ്ടെത്തിയിട്ടില്ല. തായ്വേയ് മൗണ്ടൻ ഇപ്പോഴും സേഫാണ് എന്ന് ഒരാൾ വന്ന് അറിയിച്ചപ്പോഴാണ് ഷീക്ക് സമാധാനമാവുന്നത്. പക്ഷേ ഇപ്പോൾ സിമാജിയാവോയോ തിങ്ങാനോ എവിടെയാണെന്ന് യാതൊരു വിവരവുമില്ല എന്ന് അയാൾ പറഞ്ഞപ്പോൾ ഷീ അയാളോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു. എത്രയും പെട്ടെന്ന് സിമാജിയാവോ എവിടെയാണെന്ന് കണ്ടെത്താനും ഓർഡർ നൽകുന്നുണ്ട്. കഴിഞ്ഞ തവണ റൂളിംഗ് ആണല്ലോ തിങ്ങാനെ കണ്ടെത്തിയത്. അതുകൊണ്ട് റൂളിങ്ങിനോടും എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്താൻ ഓർഡർ നൽകാൻ അയാൾ പറയുന്നു. പക്ഷേ നോർമലായിട്ട് പറഞ്ഞാൽ റൂളിംഗ് ചിലപ്പോൾ ഇത് അനുസരിക്കാൻ മടിച്ചേക്കും എന്ന് കരുതി അയാൾ സാങ്ലാനെ നന്നായി ഉപദ്രവിച്ചിട്ട് അവിടേക്ക് റൂളിങ്ങിനെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്നു. മുമ്പ് അയാളുടെ മുന്നിൽ വെച്ച് റൂളിംഗ് നിഞ്ചുവിനെ കൊന്നതായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ നിഞ്ചു വീണ്ടും ജീവനോടെ ഉള്ളത് എങ്ങനെയാണെന്ന് ഷീ ചോദിക്കുന്നു. റൂളിങ്ങിന് അതിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. 3 ദിവസത്തിനുള്ളിൽ തിങ്ങാനെ കണ്ടെത്തണം എന്ന് ഷീ അവൾക്ക് ഓർഡർ നൽകുന്നു. ഇല്ലെങ്കിൽ സാങ്ലാനെയും അവളുടെ വംശത്തിലെ 100 പേരെയും കൊല്ലും എന്നാണ് അയാളുടെ ഭീഷണി. ഇത് കേട്ടപ്പോൾ സാങ്ലാൻ ചാടി എന്നിട്ട് ഷീക്ക് നേരെ ഒരു ആക്രമണം നടത്തുന്നു. പക്ഷേ ഷീ അവളെ ശക്തമായി തിരിച്ചാക്രമിക്കുന്നുണ്ട്. സാങ്ലാന് ഗുരുതരമായി പരിക്കുപറ്റുന്നു. തൽക്കാലം ഷീ സാങ്ലാനെ റൂളിങ്ങിൻ്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തിട്ട് 3 ദിവസത്തിനുള്ളിൽ തിങ്ങാനെ കണ്ടെത്തിയില്ലെങ്കിൽ അവളുടെ വംശത്തിലെ 100 പേരെ ഉറപ്പായും കൊല്ലും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. സാങ്ലാൻ്റെ കണ്ടീഷൻ മെച്ചപ്പെടുത്താൻ റൂളിംഗ് ശ്രമിക്കുന്നു. പക്ഷേ രക്ഷപ്പെടുത്താൻ കഴിയുന്നതിനേക്കാൾ മോശമായി കഴിഞ്ഞിരുന്നു സാങ്ലാൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ അവൾ റൂളിങ്ങിനെ തടയുന്നുണ്ട്. ഇനി എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. എൻ്റെ ഒരാളുടെ ജീവൻ നമ്മുടെ വംശക്കാരുടെ മുഴുവൻ ജീവൻ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. എനിക്കും അമ്മയ്ക്കും തന്ന വാക്ക് നീ മറക്കാതിരുന്നാൽ മതി. എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ വംശക്കാരെ തിരികെ നമ്മുടെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിരിക്കണം എന്ന് അവസാനമായി അവളോട് പറഞ്ഞിട്ട് സാങ്ലാൻ അവിടെ മരിക്കുകയാണ്. തിങ്ങാൻ അന്ന് ഉറക്കത്തിൽ തൻ്റെ കയ്യിലൊക്കെ ബ്ലഡ് പുരണ്ടിരിക്കുന്നതായി സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നുണ്ട്. അവിടെ ഇരുന്നാൽ മനസ്സ് ശാന്തമാവില്ല എന്ന് തോന്നുന്നതിനാൽ അവൾ എങ്ങോട്ടേക്കോ പോകുന്നുണ്ട്. തിരികെ എത്തിയ സിമാജിയാവോ അവളെ കാണാതെ ആകെ വിഷമിക്കുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടായിരുന്നില്ല തിങ്ങാൻ പോയത്. പക്ഷേ നിഞ്ചു പറഞ്ഞ ചില ക്ലൂവിൽ നിന്ന് അവൾ നേരത്തെ അവർ ഒരുമിച്ച് ഫിഷിങ്ങിന് വേണ്ടി പോയ ആ റിവറിനടുത്തേക്കായിരിക്കും പോയത് എന്ന് ഊഹിച്ച് സിമാജിയാവോ അങ്ങോട്ടേക്ക് എത്തുന്നു. അവൻ പ്രതീക്ഷിച്ചതുപോലെ അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടുത്തെ ആ സ്പെഷ്യൽ മീനിനെ പിടിച്ച് റോസ്റ്റ് ചെയ്തുകൊണ്ട് അവൾ അതിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. പക്ഷേ അത് കഴിക്കാൻ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് അവൻ അങ്ങോട്ടേക്ക് ചെന്നത്. അവളുടെ ഇരിപ്പ് കണ്ടപ്പോൾ നല്ല വിഷമത്തിലാണെന്ന് മനസ്സിലാവുന്നതിനാൽ അവൻ അടുത്തേക്ക് ചെന്ന് അവളുടെ ഒപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ മീനെടുത്ത് കഴിക്കുന്നു. ഇപ്പോൾ ചെയ്തതുപോലെ ഇനി ഒരിക്കലും നിർബന്ധിച്ച് എന്നെക്കൊണ്ട് ഒന്നും ചെയ്യിക്കരുതെന്ന് തിങ്ങാൻ വളരെ വിഷമത്തോടെ അവനോട് പറയുന്നുണ്ട്. നീ ആ പഴയ ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും അവൾ പറയുന്നു. സിമാജിയാവോയ്ക്ക് അവളുടെ ആ വിഷമം മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ അവൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. എനിക്കിന്ന് ഉച്ചയ്ക്ക് നന്നായി ഉറങ്ങാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടക്കുന്നുണ്ട്. ഈ സമയത്തും അവൾ കരയുകയാണ്. നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം തെറ്റായിപ്പോയി എന്നെനിക്ക് ഫീൽ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിന്നെക്കൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനെ ഒന്നും ചെയ്യിക്കില്ല എന്നവൻ ഉറപ്പ് കൊടുക്കുന്നു. അവൾ നന്നായി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ തന്നെ അവളെ എടുത്തുകൊണ്ട് തിരികെ പോകുന്നു. തിങ്ങാനെ അവൻ പരിചയപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് അവൾക്ക് ഭക്ഷണം വേണ്ട, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ അവൾ പറയുന്നത് അവൻ കേൾക്കുന്നത്. എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാനും എപ്പോഴും ഉറങ്ങാനും ഒക്കെയാണല്ലോ അവളുടെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അവളിങ്ങനെ പറഞ്ഞത് അവനെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു. അവളുടെ സോൾമാനുള്ളിൽ കയറി അവിടെ എങ്ങനെയുണ്ട് എന്ന് അവൻ ചെക്ക് ചെയ്യുന്നു. ആരെയോ കൊല്ലുന്നത് കണ്ട് തിങ്ങാൻ പേടിച്ചിരിക്കുന്നതാണ് അവൻ അവിടെ കാണാൻ സാധിച്ചത്. പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയും ചെയ്യുന്നു. അവൾ അങ്ങനെ ഒരു സ്വപ്നം കണ്ടതായിരുന്നു. സ്വപ്നമാണ് എന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. താൻ ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി എന്ന് സിമാജിയാവോയ്ക്ക് ഇപ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്.
ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നതല്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളോട് സോറി പറയുന്നു. അതിനുശേഷം അവൾക്ക് നന്നായി ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ജെയ്ഡ് പില്ലോ അവൻ സമ്മാനിക്കുന്നുണ്ട്. നല്ല സ്വപ്നങ്ങൾ സമ്മാനിക്കാൻ അതിന് കഴിയും, നിനക്ക് സുഖമായി ഉറങ്ങാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനത് നൽകിയത്. തിങ്ങാൻ അപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നു. അവളുടെ സോൾമാനർ ശാന്തമായോ എന്ന് നോക്കുന്നതിന് വേണ്ടി അവനും അതിനുള്ളിലേക്ക് കയറുന്നുണ്ട്. അവളുടെ സെക്ട് ലീഡർക്കും കുറേ സീനിയേഴ്സിനുമൊപ്പം അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് അവൻ അവിടെ കാണാൻ സാധിച്ചത്. അവൾ അങ്ങനെ നല്ലൊരു സ്വപ്നം കാണുകയാണെന്ന് അവന് മനസ്സിലാവുന്നു. ഉറക്കമുണർന്നു കഴിഞ്ഞപ്പോൾ തിങ്ങാനും ഹാപ്പിയായിരുന്നു. നല്ലൊരു സ്വപ്നം കണ്ടതായി തിങ്ങാനും അവനോട് പറയുന്നു. ജെയ്ഡ് പില്ലോ ശരിക്കും വർക്കായെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട്. ഈ ജെയ്ഡ് പില്ലോയ്ക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ പിന്നെ അവനത് ട്രൈ ചെയ്തുകൂടെ എന്ന് അവൾ ചോദിക്കുന്നു. പക്ഷേ തനിക്ക് കുറേ സൂപ്പർ പവറുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല മാജിക്കൽ ഉപകരണങ്ങളും തനിക്ക് വർക്കാവില്ല എന്ന് അവൻ പറയുന്നു. അതോർത്ത് വിഷമിക്കേണ്ട, നിന്റെ പില്ലോ ആയിട്ട് ഞാൻ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് തിങ്ങാൻ സമാധാനിപ്പിക്കുന്നു. സിമാജിയാവോ അന്ന് വീണ്ടും സ്പിരിറ്റ് ഫയർ അന്വേഷിച്ച് പോവുകയാണ്. അതിനു മുമ്പ് അവൻ നേരത്തെ അവൾക്ക് നൽകിയ ആ പ്രൊട്ടക്ഷൻ മാല വീണ്ടും നൽകുന്നു. അന്നത്തെ ആ തണ്ടർ ആക്രമണത്തിൽ അത് നശിച്ചു പോയതായിരുന്നു. അവൻ വീണ്ടും അത് രഹസ്യമായി റിപ്പയർ ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഇത് നേരത്തതിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിരിക്കുന്നു. ഷിയുടെ ആക്രമണത്തിൽ നിന്ന് പോലും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനതിന് ശേഷിയുണ്ട്. നീ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരു ദിവസത്തിൻ്റെ പകുതി ഭാഗമെങ്കിലും മെനക്കെട്ടാൽ മാത്രമേ ഇത് നിൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഷീക്ക് നിന്നെ ഉപദ്രവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നവൻ പറയുന്നു. അപ്പോൾ പകുതി ദിവസം കഴിഞ്ഞ് അയാൾക്കിത് തകർക്കാൻ സാധിച്ചാൽ എന്ത് ചെയ്യും എന്നവൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ നിൻ്റെ അടുത്തേക്ക് ഉറപ്പായും എത്തും എന്നവൻ വാക്ക് കൊടുക്കുന്നു. കൂടുതൽ മുറിവൊന്നും ഉണ്ടാക്കരുത്, അതെന്നെ വിഷമിപ്പിക്കും എന്നുകൂടി അവൾ പറയുന്നുണ്ട്. അതിനുശേഷം അവളെ ഒന്ന് കിസ് ചെയ്തിട്ട് അവൻ യാത്ര പറഞ്ഞു പോകുന്നു. ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തതുപോലെയാണ് അവൻ പോകുന്നത്. അങ്ങനെ പോകുന്നതിന് കാരണം അവൻ പല ഭാഗങ്ങളിലായി ഏർപ്പെടുത്തിയിരുന്ന പപ്പറ്റ്സുകളിൽ ഒരെണ്ണം ഇതിനു മുമ്പ് അവൻ്റെ അടുത്തേക്ക് തിരികെ എത്തി സ്പിരിറ്റ് ഫയറിൻ്റെ സൂചന നൽകിയിരുന്നു. ആ പപ്പറ്റിലൂടെ തൻ്റെ വംശത്തിലുള്ള മറ്റാരുടെയോ സാമീപ്യം സിമാജിയാവോയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ആളിൽ തന്നെ ആയിരിക്കണം സ്പിരിറ്റ് ഫയർ ഉള്ളതെന്ന് മനസ്സിലാക്കി അയാളെ അന്വേഷിച്ചാണ് അവനിപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. ഷീ ഉണ്ടാക്കിയിരിക്കുന്ന ശക്തമായൊരു ബാരിയറിന് മുന്നിൽ അവൻ എത്തിപ്പെടുന്നുണ്ട്. ആ ബാരിയർ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ തന്നെ ആയിരിക്കണം സ്പിരിറ്റ് ഫയർ എന്നുറപ്പിച്ച് അവൻ മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു.